ദൈവ സാന്നിധ്യമില്ലായ്മയാണ് പരാജയ കാരണം. മഹത്വം നഷ്ടപ്പെടാനുള്ള കാരണം ഒന്നാമത് അവർ കണ്ടെത്തി അടിവരയിടുന്നു. എന്താണ്? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നതാണ് പരീക്ഷയിലൊക്കെ തോറ്റുപോകുന്നതിൻ്റെ കാരണം. അതാ. പഠിക്കാത്തതാണോ? അല്ല. പള്ളിക്കൂടത്തിൽ പോഞ്ഞിട്ടാണോ? അല്ല. പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് പരാജയം ഉണ്ടാവും. പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് പരാജയം ഉണ്ടാവും. ദൈവത്തെ മറന്ന പരാജയം ഉണ്ടാവും. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഓട്ടം പരക്കം പാച്ചിലുണ്ടല്ലോ, എങ്ങും എത്തുകയില്ല. ഇവിടെ ഒന്നാമത് അടിവരയിടുകയാണ്. അപജയത്തിന്റെ കാരണം ഒന്നും അടിവര. എന്താണ് അടിവരയിട്ടത്? ദൈവ സാന്നിധ്യമില്ലായ്മ, ദൈവ സാന്നിധ്യം കൂടെയില്ലായ്മ. ഇസ്രായേലിനോടൊപ്പം ഒരു ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. എന്തായിരുന്നു അറിയാതെ? ഒരു വലിയ ഉപകരണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഉപകരണമല്ല, അത് ഐക്കണമൊന്നുമല്ല. യഥാർത്ഥ ദൈവ സാന്നിധ്യം എന്നവർ വിശ്വസിച്ചൊരു സാധനം അവരോടൊപ്പം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. യഹോവയായ ദൈവം അവരുടെ നടുവിൽ വസിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഒരു വലിയ അനുഗ്രഹീതമായ ഉപാധി. എന്താ ഉപാധി? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. 8-ാം അധ്യായം എടുത്ത് വായിക്കാൻ പറ്റുമോ? വായിച്ച സമയം കൂടുതൽ പോകും. 8-ാം അധ്യായത്തിൽ ദൈവ സാന്നിധ്യം അവരുടെ നടുവിൽ ഉറപ്പുവരുത്തുവാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹീത പദ്ധതിക്ക് ഒരു പേര് കൊടുക്കുന്നുണ്ട്. എന്താ പേര്? യഹോവയുടെ പെട്ടകം. യഹോവയുടെ പെട്ടകം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുക, എനിക്ക് വസിപ്പാൻ ഒരു പെട്ടകം ഉണ്ടാക്കണം. 10-ാം വാക്യത്തിലൂടെ വായിച്ചു വരുമ്പോഴറിയുന്നു, കതിരമരം കൊണ്ടുണ്ടാക്കണം. 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടാവണം. അകവും പുറവും തങ്കം കൊണ്ട് പൊതിയണം. 4 വശങ്ങളിലും അതിൽ വളയം ഘടിപ്പിക്കണം. കതിരമരത്തിന്റെ ദണ്ഡ ഘടിപ്പിക്കണം. കിറൂബുകൾ കൊണ്ടത് കൃപാസനത്തിന് മീതെ വെക്കണം. ഇത്ര സുന്ദരമായി ദൈവം ഒരുക്കുന്ന, തൻ്റെ വാസത്തിനൊരുക്കുന്ന ആലയങ്ങളൊക്കെ മനോഹരമാക്കുവാൻ ശ്രമിക്കുമ്പോൾ ചില കോണുകളിൽ നിന്നൊക്കെ വിമർശനമുണ്ടാകും. എന്തിനിത്? ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ കെട്ടുപണിക്ക് ദൈവം കൊടുക്കുന്ന കൃത്യതകളുണ്ട്, അളവുകളുണ്ട്, സൂചകങ്ങളുണ്ട്, തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലൊക്കെ പറയുന്നു, തമ്പുരാന്റെ കണ്ണ് തുറന്നിരിക്കുന്ന, ഹൃദയം തുറന്നിരിക്കുന്ന, കാത് തുറന്നിരിക്കുന്ന ഇടമാണ് എവിടം? ആലയം. യെരൂശലേം ദേവാലയത്തിലേക്കുള്ള വാർണറുകളുടെ ഭാഗത്ത് പറയുക. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വാസമായിട്ട് അനുഗ്രഹത്തോടെ ദൈവം തെരഞ്ഞെടുത്ത് വസിപ്പാൻ ഒരുക്കിയ ഇടമാണെന്ത്? എന്താണ് ആ ഇടമെന്ന് പറഞ്ഞത്? ഞാൻ കണ്ണെടുത്തപ്പോഴത്തേക്ക് മാറി തുടങ്ങി. ആ ഇടത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത്? പെട്ടകം. യഹോവയുടെ നിയമപെട്ടകം. നിയമപെട്ടകം സൂചിപ്പിക്കുന്നുണ്ട്. വായിച്ചാൽ മതി, അത് വിശദീകരിക്കുന്നില്ല. യഹോവയുടെ നിയമപെട്ടകം. കന്യകമറിയാമിനെ ഉപമിക്കുന്നുണ്ട്. പിതാക്കന്മാർ കന്യകമറിയാമിനെ ഉപമിച്ച് എന്തിനോടാണെന്നറിയാം? നിയമപെട്ടകത്തോട്. എന്തിനാ കാരണം എന്നറിയാം? കാരണം മറ്റൊന്നുമില്ല, അകവും പുറവും തങ്കം കൊണ്ട് പൊതിഞ്ഞതാണ് ഈ പെട്ടകം. അകത്തും പുറത്തും ഒരു ക്ലാവ് പോലും പറ്റാത്ത വ്യക്തിത്വം. ഇന്നത്തെ ഞങ്ങളൊക്കെയാണെ പറയും, എന്തിനാ ഈ അകത്ത് പൊതിയുന്നത്? വല്ലവരും കാണുന്നത് പുറമല്ലേ ഉള്ളൂ. നമ്മളൊക്കെ ഇതുപോലെ പുറംപൂച്ചുള്ള ആളുകളാണ്. കന്യക അങ്ങനെ ആയിരുന്നില്ല. അകവും പുറവും ഒരുപോലെയാണ്. അകവും പുറവും ഒരുപോലെയാണ്. ഏച്ചുവെപ്പില്ല, ക്ലാവില്ല, മായവില്ല, ഒന്നുമില്ല. നിർമ്മലതയോടെ ജീവിച്ച അമ്മേ. അതുകൊണ്ട് പെട്ടകത്തോട് സൂചിപ്പിക്കുന്നു. ഇവിടെ പെട്ടകം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്നറിയാം? 1, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. 1, യഹോവയായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾ നടക്കേണ്ടത് എങ്ങനെയാണ്, ആരാധിക്കേണ്ടത് എങ്ങനെയാണ്, ദൈവബന്ധം എങ്ങനെയായിരിക്കണം, സഹോദര ബന്ധം എങ്ങനെയായിരിക്കണം, സാമൂഹിക പ്രതിബദ്ധത എന്തായിരിക്കണം, അവന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്തായിരിക്കണം, ഇതൊക്കെ സവിസ്തരമായി പ്രതിപാദിക്കുന്ന കൽപ്പനകൾ 10. അതെങ്ങനെയാണ് കൊടുത്തത്? ആ ഒരു ടാബ്ലറ്റിലാണ് കൊടുത്തത്, ഇല്ലേ? ഏതിൻ്റെ ടാബ്ലറ്റ് ആയിരുന്നത്? തോഷിബയുടെ ആയിരുന്നു അതോ LGയുടെ ആയിരുന്നു? ഏതിൻ്റെ ആയിരുന്നു? ആപ്പിളിൻ്റെ ആയിരുന്നു. ആപ്പിളിൻ്റെ ടാബ്ലറ്റ് ആയിരുന്നോ? അല്ല, 2 ടാബ്ലറ്റ് കൊടുത്തു. എന്താ? കൽപ്പലകകൾ. ഈ കൽപ്പലകയ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന ടാബ്ലറ്റ് എന്ന്. ഇപ്പോഴാണ് നമ്മൾ ആപ്പിളിൻ്റെ ഒക്കെ ടാബ്ലറ്റ്. 2 കൽപ്പലകൾ കൊടുത്തു. ഇതതിനകത്ത് വെക്കണം, ഇതതിനകത്ത് വെക്കണം. തമ്പുരാൻ തിരുവായ മൊഴി ജാരം ചെയ്ത കാരണം. അപ്പോൾ അവൻ്റെ വായാണത്, കൽപ്പന അവൻ്റെ വായാണ്. 2, മരുഭൂമിയിലൂടെ ജനം തകർന്ന് നശിച്ചു പോകുമ്പോൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ അവർക്ക് അന്നത്തെ ഭക്ഷണം കൊടുത്തു. എന്താ അത്?
തമ്പുരാന്റെ തിരുശരക്തങ്ങളുടെ മുൻകുറിയായിട്ട് കൊടുത്തത് എന്തായിരുന്നു? കുബൂസായിരുന്നു, ചപ്പാത്തിയായിരുന്നു, നാനായിരുന്നു. പിന്നെ എന്നാന്ന് പറയുന്നത് മന്നായാണ്. മന്നായിട്ട് വെച്ച ചെപ്പ് അതിനകത്ത് സൂക്ഷിക്കുന്നു, മന്നായിട്ട് വെച്ച ചെപ്പതിൽ സൂക്ഷിക്കുന്നു. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, അധികാരത്തിൻ്റെ ദണ്ട്. തമ്പുരാൻ തന്റെ മക്കളെ നയിക്കുവാൻ വെച്ച അധികാരത്തിൻ്റെ ദണ്ട്. എന്താ അത്? അഹറോന്റെ തളിർത്ത വടി. അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഈ പെട്ടകത്തിനെ സൂക്ഷിക്കുന്നത്. ഇത് മൂന്നും പ്രതീകങ്ങളല്ല, ദൈവത്തിന്റെ സജീവ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 35, 36 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം മരുഭൂയാത്രയുടെ പ്രയാണമധ്യേ എവിടെയെങ്കിലും പാളയമിറങ്ങണമെങ്കിൽ പെട്ടകത്തിന് ചുറ്റും വന്നിട്ട് മോശെ തന്റെ ഇരു കരങ്ങളും ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, യഹോവേ മടങ്ങി വരണം, നീ ഞങ്ങളുടെ ഇടയിൽ പാർക്കണം, സാന്നിധ്യം ഇവിടെ നിറയണം, ഞങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. അങ്ങനെയല്ലേ വായിച്ചെഴുതുന്നവിടെ 35-36 വാക്യങ്ങൾ അറിയാം. അവർ വീണ്ടും യാത്ര പുറപ്പെടാൻ പെടുമ്പോൾ പുരോഹിതന്മാർ അത് തോളിൽ വഹിച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവർ ചലനിക്കുന്നതിന് മുമ്പ് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, തമ്പുരാനെ നീ ഞങ്ങൾക്ക് മുമ്പേ യാത്ര ചെയ്യണം. ഞങ്ങൾക്ക് മുമ്പ് എത്ര ആധ്യാത്മികതയുടെ ചൈതന്യ ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണത്. ഓരോ പ്രഭാതയാമങ്ങളിലും വീട് വിട്ട് സ്കൂളുകളിലേക്കോ ജോലിക്കോ ഒക്കെ പുറപ്പെട്ടിട്ടെ പണ്ട് കാരണവന്മാർ വെട്ടം പുലരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചതാ, യഹോവേ ഇന്ന് ഞാൻ എൻ്റെ ജീവിത കാര്യങ്ങൾ തുടങ്ങുക, കൂടെ വരണം, കൂടെ വരണം. ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചത്, ഞങ്ങൾ കൂടെ വരണം, ഞങ്ങൾക്ക് മുമ്പേ വരണം, ഞങ്ങൾക്ക് മുമ്പേ വരണം, പ്രതികൂലങ്ങളെ നീക്കണം, നിന്റെ മാലാഖമാരെ മുന്നുമേ അയക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി കാക്കണം. ഇന്ന് എന്തോരം കുഞ്ഞുങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. വഴിയിൽ വെച്ച് നശിച്ചു പോകുന്ന ഒരു തലമുറയായി നമുക്ക് പലപ്പോഴും ചുറ്റുമുള്ളത്. ഇവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണവരെ, പെട്ടകത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച മോശയുടെ പ്രതിനിധികളായി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കാരണവന്മാർക്ക് തീരാൻ സാധിക്കുമോ? അവർ പ്രാർത്ഥിക്കുക. 35-36 വാക്യങ്ങൾ സംഖ്യാപുസ്തകം സൂചിപ്പിക്കുന്നതാ. യഹോവേ മടങ്ങി വരണം, ജനത്തിന് സംരക്ഷണമായിരിക്കണം. രാത്രിയാമങ്ങളിൽ മുട്ടുമടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഞാൻ സുഖമായി ഉറങ്ങും, യഹോവേ നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന. 4-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുക, നീയല്ലോ എന്നെ യഹോവേ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒസ്താദ്യോസ് തിരുമേനി ഞാൻ കല്യാണം കഴിച്ചിട്ട് ആദ്യം ചെല്ലുമ്പോൾ തിരുമേനി പറഞ്ഞത്, എല്ലാ സന്ധ്യയിലും മുട്ടുമടക്കണം, ഒരു ദിവസം മുട്ടുമടക്കാതെ അന്തി ഉറങ്ങാൻ ഇടയാവരുത്, ഒരു ദിവസം പോലും മുട്ടുമടക്കാതെ നേരം പുലർന്ന് എഴുന്നേക്കാൻ ഇടയാവരുത്. തിരുമേനിയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കാൻ. ഇവിടെ ഇസ്രായേലിനോട് ദൈവം കൊടുക്കുന്ന അരുളപ്പാടായത്. പെട്ടകം ദൈവ സാന്നിധ്യമാണ്, അത് കേവലം പ്രതീകമല്ല. നമ്മുടെ ബലിപീഠവും കുരിശും ഇതിലുള്ള സാധനങ്ങളെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ ഉറവിടമാണ്. തിരി പ്രകാശിക്കുമ്പോൾ ദൈവത്തിന്റെ ഉറവിടമാണ്. അതുകൊണ്ടാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും തമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോഴിവിടെ ദൈവ സാന്നിധ്യം. പരാജയത്തിന്റെ കാരണം എന്താണെന്നറിയാം? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. എവരെടുത്തോണ്ടൊക്കെ വന്നു. അന്ന് ശീലോവിലാണ് ഈ അനുഗ്രഹീതമായ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായ പെട്ടകം ഇരുന്നിരുന്നത്. ഇതെടുത്തോണ്ടൊക്കെ വന്നു, യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷെ വലിയ അപജയം ഉണ്ടാവുകയാണ്, വലിയ അപജയം ഉണ്ടാവുകയാണ്. എന്താ അപജയത്തിന്റെ കാരണം? ഇവൾ നിലവിളിക്കുന്നതിന്റെ കാരണം പെട്ടകം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവ സാന്നിധ്യമില്ലായ്മയാണ് പരാജയത്തിന്റെ കാരണം. ഇന്ന് അനേക തലമുറകളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. അനേക കുടുംബങ്ങളുടെയും അപജയത്തിന്റെ കാരണം ഇതാ. നമ്മുടെയൊക്കെ 2-3 തലമുറയ്ക്ക് മുമ്പ് ഇതുപോലെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വേണ്ടും വണ്ണം ഭക്ഷണമുണ്ടായിരുന്നില്ല, അടിച്ചുറപ്പുള്ള വീടുണ്ടായിരുന്നില്ല, സംരക്ഷണത്തിന്റെ പ്രത്യേക ഭിത്തികൾ ഉണ്ടായിരുന്നില്ല. വീട് വിട്ടിറങ്ങുമ്പോൾ ആശങ്ക ആകുലതയും അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ വീടിന് സംരക്ഷണം ചുറ്റും തമ്പുരാൻ പാളയമിറങ്ങി കാവൽ ചെയ്യുന്നൊരു ബോധ്യമുണ്ടായിരുന്നു. കൊച്ചോലപ്പുരകളൊക്കെ വെച്ച് ഒരു ചെറിയ ഒരു തടിക്കഷ്ണം എടുത്ത് ചായച്ചു വെച്ചിട്ട് പോകുമായിരുന്നു കാരണവന്മാർ. അതിനൊരനക്കവും ഉണ്ടാവില്ല. ഇന്ന് വലിയ ബന്ധവസും മനോഹരമായ ചുറ്റിനും CC ക്യാമറയൊക്കെ വെച്ചിട്ട് പോകും. പക്ഷെ ചെല്ലും ഭാഗത്തൊന്നും കാണുകയില്ല. അല്ലേ? പലപ്പോഴും എന്തേ നാം പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഇസ്രായേലിന്റെ അപജയത്തിന് കാരണം, ഈ സ്ത്രീ മുറവിളിക്കുന്നതിന്റെ കാരണം, ഇന്ന് ആധുനിക തലമുറ നിലവിളിക്കുന്നതിന്റെ കാരണം, പരാജയത്തിന്റെ കാരണം മറ്റൊന്നല്ല, നമുക്ക് ദൈവ സാന്നിധ്യം നഷ്ടമായി പോകുന്നു എന്നുള്ളത്. ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ,
ഈ പെരുന്നാളിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഒരാത്മശോധന നമ്മിലുണ്ടാകുമോ? ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ തലമുറയിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യുവാൻ കണ്ണിവിടെയാവണം. ആരാധനയുടെ മഹത്വം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പരാജയത്തിന്റെ കാരണം അതാ. ഏലിയുടെ മക്കൾ ആരാധനയുടെ മഹത്വം നഷ്ടമാക്കി കളഞ്ഞു. ദൈവ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളായി ഇന്ന് പലപ്പോഴും ആലയങ്ങൾ തിരികെയാണ്. തമ്പുരാൻ ചാട്ടവാറെടുത്ത് കടന്ന് പ്രവേശിച്ചടിച്ചു പുറത്താക്കേണ്ട വല്ലാത്ത ദുസ്ഥിതിയിലേക്ക് ഇന്ന് ആത്മീയ രംഗങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് ശാന്തമായി ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ അനുദിനം കൃത്യതയോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എത്രയാണ്. അനുഗ്രഹീത 4 ദിനങ്ങൾ നാം കഴിച്ചുവിട്ടു. നട്ടുച്ചയ്ക്ക് അനുഗ്രഹത്തോടെ ആലയത്തിന്റെ അകത്തളത്തിൽ വന്ന് കരുണ ചെയ്യണമെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചൊരു തലമുറ നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ ഈ 40 കുമ്പിടിൽ എത്ര വീടുകളിലുണ്ട്? സത്യ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ 3 നോമ്പ് നോറ്റുവെന്ന് ആത്മനിറവോടെ പറയാൻ, ചങ്കത്ത് കൈവച്ച് പറയാൻ, പൂർണ്ണമായ അർത്ഥത്തിൽ ഭക്ഷണപാനീയങ്ങൾ വർജിക്കേണ്ടത് വർജിച്ചും പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായ മുറകൾ കൃത്യതയോടെ പൂർത്തീകരിച്ചും തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയും അനുതാപത്തോടെ അതിൻ്റെ പൂർണ്ണതയിൽ 3 ദിനങ്ങൾ ആചരിച്ച് 4-ാം ദിനം തമ്പുരാന്റെ തിരുശക്തങ്ങൾ സത്യ അനുതാപത്തോടെ ആത്മശോധനയോടെ അനുഭവിച്ചെന്ന് പറയാൻ കഴിയുന്ന എത്ര പേർ? ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറയുക. നാം മഹത്വം നഷ്ടപ്പെടുത്തുകയാണ്. ഈ മുറവിളി നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ മുറവിളിയായിട്ട് ഇന്ന് തീരുകയാണ്. മഹത്വം നഷ്ടപ്പെട്ടു എന്ന് ഇക്കാബോധ് നിലവിളിച്ചെങ്കിൽ അത് കേവലം ഏലി കുടുംബത്തിന്റെ നിലവിളിയല്ല, ഇന്ന് ആധുനിക ഇസ്രായേലിന്റെ ഈ അനേക കുടുംബങ്ങളുടെ നിലവിളിയായിട്ട് തീർന്നുകൊണ്ടിരിക്കുക. എല്ലായിടങ്ങളിലും കോവിഡാനന്തര കാലത്തിന്റെ വല്ലാത്ത ദുസ്ഥിതി ഇതാണ്. എത്രയോ ആളുകൾ ആരാധനയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു, ആത്മീയതയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നാളെ കഴിഞ്ഞ് ഒരുപക്ഷെ ഇവിടെ പ്രദക്ഷിണമോ റാസ്യോ നടത്തുമ്പോൾ ബോയിമ്പോ വിളിക്കാൻ എന്തോ ഒരു ജനാവലിയായിരിക്കും എന്നറിയാം. എല്ലാ ആളുകളും ഇറങ്ങിച്ചിരിക്കും. ആരാധനയുടെ മഹത്വം നഷ്ടപ്പെടുന്നൊരു തലമുറ നമ്മുടെ അപജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ആരാധനയുടെ മഹത്വം നഷ്ടപ്പെടുന്ന തലമുറയുടെ ഭാഗമായി ഞാൻ നിങ്ങൾ തീരുമ്പോൾ നമുക്കൊന്നും മടങ്ങി വരുവാൻ, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക എന്ന പ്രവാചകന്റെ ശബ്ദത്തിന് കാതോർക്കാൻ തക്കവണ്ണം ഇടയാകുമോ? ഒരു മടങ്ങി വരവ് അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആരാധനയുടെ മഹത്വം വീണ്ടെടുക്കുവാൻ, ദൈവ തേജസ് വീണ്ടെടുക്കുവാൻ, ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കൽപ്പിച്ചാക്കിയിരിക്കുന്ന പദ്ധതിയുടെ പൂർണ്ണതയ്ക്കായി, ഒരു പുനഃസമർപ്പണത്തിനായി സന്ധികളായി ഈ സ്നേഹ സന്ദേശത്തിന്റെ ശുശ്രൂഷകൾ പരിണമിക്കുമോ? കൺവെൻഷനൊക്കെ അതിൻ്റെ ഭാഗം മാത്രമാണ്. ഈ മഹത്വം വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഫിനെഹാസിന്റെ ഭാര്യ നിലവിളിച്ചു, എന്താ മഹത്വം നഷ്ടമായി എന്ന് പറഞ്ഞു. എത്ര കുടുംബങ്ങൾ എത്ര പ്രസിദ്ധിയോടെ, എത്ര പ്രതാപത്തോടെ, സമ്പന്നത കൊണ്ടും ആധ്യാത്മികതയുടെ ശ്രേഷ്ഠത കൊണ്ടും സമ്പന്നത കൊണ്ടുമൊക്കെ ഉജ്ജ്വലമായി നിന്ന കുടുംബങ്ങൾ എന്താ ഇന്ന് പെട്ടുപോകുന്നു, പട്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വന്നേയുള്ളൂ. തമ്പുരാന്റെ അനുഗ്രഹീതമായ വംശാവലിയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ 14 തലമുറകൾ വീതം എണ്ണുകയാണ്. അനുഗ്രഹത്തോടെ ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർത്തൊരു തലമുറ അടിവെച്ചുയർന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവരെ പ്രവാസത്തിലേക്ക് പോയി അടിമത്വം അനുഭവിക്കേണ്ട ഒരു തലമുറയുടെ പതനമോടെ സംഭവിക്കുക. അടിമത്വത്തിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് നിലവിളിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അന്യദേശത്ത് നിന്റെ കീർത്തനങ്ങൾ എങ്ങനെ പാടും? അവർ നിലവിളിച്ചു, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, യഹോവേ, നിന്നെ മറന്നു പോകുന്നെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കോടെ പറ്റിപ്പോകട്ടെ. നിന്റെ മഹത്വത്തെ ഞാൻ കാണാതെ പോയാൽ എൻ്റെ കയ്യ് എൻ്റെ വലങ്കയ്യനെ മറന്നു പോകട്ടെ എന്നൊക്കെ സങ്കീർത്തനക്കാരൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനം വായിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനക്കാരൻ അവർ നിലവിളിച്ചപ്പോൾ ദൈവം അവരെ വീണ്ടും മടക്കിക്കൊണ്ടുവരിക, മഹത്വം അവരെ വീണ്ടും അണിയിക്കുക. എവിടെ കണ്ണുനീരോടെ നിലവിളിക്കുന്നോ അവിടെ മഹത്വം വീണ്ടെടുക്കുന്ന മനോഹര ചിത്രം കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഘടകമാണ് ഈ തേജസ് വീണ്ടെടുക്കുവാൻ, മഹത്വം വീണ്ടെടുക്കുവാൻ. ഇവിടെ ഇസ്രായേലിന്റെ അപജയത്തിന് കാരണം ദൈവ സാന്നിധ്യം കുറിക്കുന്ന, ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായ സാക്ഷാൽ ദൈവ സാന്നിധ്യമായ പെട്ടകം നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ, ഇന്ന് നമ്മിൽ നിന്ന് ദൈവ സാന്നിധ്യം അറിഞ്ഞും അറിയാതെയും
അനേക കുടുംബങ്ങളിൽ നിന്ന് ആത്മീയത അന്യമായിരിക്കുന്ന, ഇന്ന് ആഘോഷങ്ങളുണ്ട്, അനുഭവമില്ല, അനുഷ്ഠാനങ്ങളുണ്ട്, ആത്മാവില്ലാത്ത ദുസ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ആത്മാവില്ലാത്ത ദുഷ്ടതയാണ്. നമുക്ക് ആത്മീയതയുടെ അനുഗ്രഹീത തലങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഈ ശുശ്രൂഷയുടെ പരമമായ ലക്ഷ്യമത, ഈ ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യമത. ഇത് കേവലം 3 ദിനങ്ങൾ കടന്നു വന്ന് ഗാനങ്ങൾ ആലപിച്ച് ശുശ്രൂഷകൾ നടത്തിപ്പോകുന്നതിന് വേണ്ടിയല്ല. ആത്മാക്കളെ നേടുവാൻ, നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കുവാൻ, ദൈവ സാന്നിധ്യമൊന്ന് വീണ്ടെടുക്കുവാൻ, ഈ കുഞ്ഞുങ്ങൾ തമ്പുരാന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മകനാണ് മകളാണെന്നൊക്കെ പ്രതിജ്ഞയെടുത്ത ഇന്ന് എത്രയോ അകലങ്ങളിലാണ്, എത്രയോ അകലങ്ങളിലാണ്. കാൾബോത്ത് എന്ന് പറയുന്ന വലിയൊരു ദൈവശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് നിന്റെ ദൈവത്തോടുള്ള ബന്ധം എന്താണെന്ന് പറയാം. നീ കൃത്യമായിട്ട് ആരാണെന്ന് ഞാൻ പറയാം. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൽ നിന്ന് എത്രയോ അകന്നുപോയിരിക്കുന്നു. ആധുനിക തലമുറ ആരാധന അന്യമായി പോയിരിക്കുന്നു. ആരാധനയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന വല്ലാത്ത സമീപനം. ഈ ശുശ്രൂഷ നമ്മെ മടക്കിക്കൊണ്ടുവരാനും നഷ്ടചൈതന്യം നമുക്ക് വീണ്ടെടുക്കുവാനാണ്. ആരാധനയുടെ മഹത്വം വീണ്ടെടുക്കുവാനാണ്. കൽപ്പനയുടെ പ്രമാണങ്ങളിലൂടെ, തമ്പുരാന്റെ തിരുശക്ത അനുഭവങ്ങളിലൂടെ ഇടയത്തെ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് മഹത്വത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും. അത് 3 പ്രതീകങ്ങളാണ്. കൽപ്പനകൾ അതിൻ്റെ ഉള്ളിൽ വെൽക്കുമ്പോൾ ഓരോ ദൈവവൈദ്യരോട് ദൈവം ആവശ്യപ്പെടുക, കൽപ്പനയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? തമ്പുരാന്റെ തിരുശക്തങ്ങളുടെ മുൻകുറിയായ മന്ന നിക്ഷേപിച്ച് ചെപ്പ് വയ്ക്കുമ്പോൾ നമ്മളോട് പറയുന്നു, തമ്പുരാന്റെ തിരുശക്തങ്ങളുടെ അനുഭവത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? യോഹന്നാൻ ശ്ലീഹ മനോഹരമായി 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അവനോടൊപ്പം വസിപ്പാൻ, അവന്റെ മഹത്വം വീണ്ടെടുക്കുവാൻ, അവന്റെ തേജസ് വീണ്ടെടുക്കുവാൻ, അവനോടൊപ്പം പാർക്കുവാൻ തമ്പുരാൻ തന്നിരിക്കുന്ന മനോഹരമായ കൗതാശിക അനുഭവമാണ് തമ്പുരാന്റെ തിരുശക്തങ്ങൾ. അവനോടൊപ്പം വസിപ്പാൻ, അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിപ്പാൻ നമുക്ക് തന്നിരിക്കുന്ന മനോഹരമായ അനുഭവം. അതുകൊണ്ട് അവനോടൊപ്പം വസിച്ചുകൊണ്ട്, അവൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് തമ്പുരാനോടൊപ്പം വസിപ്പാൻ്റെ കോണം, തമ്പുരാൻ്റെ ഹിതാനുവർത്തികളായി ജീവിപ്പാൻ്റെ കോണം, യേശുദരൻ്റെ മകനായി ജീവിപ്പാൻ്റെ കോണം, ആരാധനയുടെ മഹത്വം നഷ്ടമാക്കാതെ ജീവിപ്പാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ ആ ഭാഗം വിടുക. വീണ്ടും ഈ തേജസ് നഷ്ടപ്പെടുവാൻ, മഹത്വം നഷ്ടപ്പെടാൻ രണ്ടാമത്തെ ഒരു കാരണം പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഏലിയുടെ മക്കളുടെ അസാൻമാർഗിക ജീവിതം. ഇസ്രായേലിൻ്റെ പരാജയത്തിന് അക്കമിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 പറയുന്നു, അവർ അന്യദൈവങ്ങളെ ആരാധിച്ചു. 2 അസാൻമാർഗികമായി ജീവിച്ചു. ഭക്ഷണ മോഹത്തിൽ മതിമറന്നു. ഇതാ ഇസ്രായേലിൻ്റെ പരാജയം. ഇസ്രായേലിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെ ഈ പിള്ളേരും അത് തന്നെയാണ്. അവർ അസാൻമാർഗികമായി ജീവിച്ചു എന്നാണ് പറയുന്നത്. ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പം 10ഉം 12ഉം ഒക്കെ ക്ലാസ് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒപ്പിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പേരെന്താണെന്നറിയാമോ? എന്താണ്? TC ഒക്കെ കിട്ടുമ്പം കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റിനകത്ത് എന്താ എഴുതുന്നത്? നമ്മുടെ ഹെഡ് മാസ്റ്റർമാർക്കും പ്രിൻസിപ്പൽമാർക്കും ഒക്കെ ഒറ്റ വാക്കേ അറിയത്തുള്ളൂ, ഗുഡ്. എല്ലാവരും ഗുഡ് അല്ലാതെ വല്ലതും എഴുതി കൊടുത്താൽ വിവരം അറിയും. വീട്ടിൽ പോയി പറ്റണ്ടേ, കുടുംബവും പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അവരെഴുതി കൊടുക്കും. പക്ഷേ തിരുവചനം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൃത്യമാണ്. തിരുവചനം ഈ പിള്ളേർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, 1 ശമൂവേൽ 2:12 ഈ 2 പിള്ളേർക്കും മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റ്. എന്താ സർട്ടിഫിക്കറ്റ്? അവർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. അവർ നീചന്മാരും, നമ്മളെക്കുറിച്ചല്ല, ഈ 2 പിള്ളേരെ കുറിച്ച്. ഏതൊക്കെ പിള്ളേരാത്? മറന്നുപോയി. അതല്ലയോ നമ്മുടെ വലിയ വിജയം എന്ന് പറയുന്നത്, അല്ലേ? ഫിനെഹാസ് ഹൊഫ്നിയെ കുറിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? അവർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഇത് അവരുടെ പ്രശ്നമാണോ? ഇന്നത്തെ തലമുറയുടെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും അതിനകത്ത് മറുതലിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ന് അനേക തലമുറയുടെ പ്രശ്നമായിരിക്കുക ഇത്. നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും. മനുഷ്യ ജീവിതത്തിന് ഇത്രയും വില കുറഞ്ഞൊരു കാലഘട്ടം ചരിത്രത്തിലുണ്ടോ? മനുഷ്യ ജീവിതത്തിന് ഇത്ര കണ്ട് വില കുറഞ്ഞ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്താ? നീചന്മാരാകുക മനുഷ്യൻ. സ്വന്തം പെറ്റമ്മ അറിയില്ല, കൈ ചേർത്ത് പിടിച്ച് പങ്കാളിയെ 2 അല്ല 1 പറഞ്ഞതാ.
എന്തൊരു ഭിന്നതയാണ്! സ്വന്തം പെറ്റ മക്കളെ, ജന്മം കൊടുത്ത മക്കളെ തിരിച്ചറിയുന്നില്ല, ജന്മം തന്ന മാതാപിതാക്കളെ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ തിരിച്ചറിയാതെ ജീവിക്കുന്ന ആരെങ്കിലും ഇതിനകത്താരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബ്ദപരിധിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദര, നിനക്ക് വേദപുസ്തകം ഒരു സർട്ടിഫിക്കറ്റ് തരിക. അവർ ആരാണ്? നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമാണ്. നീചന്മാർ. നിന്റെ പെറ്റമ്മയെ നീ നിഷേധിക്കുന്നെങ്കിൽ, ജന്മം തന്ന അപ്പനെ നിഷേധിക്കുന്നെങ്കിൽ, നീ ജന്മം കൊടുത്ത മക്കളെ നീ നിഷേധിക്കുന്നെങ്കിൽ, പങ്കാളിയായി ചേർത്ത് നിർത്തി രണ്ടല്ല ഒന്നെന്ന് പറഞ്ഞവരെ വേർപിരിക്കാൻ നീ ശ്രമിക്കുന്നെങ്കിൽ, നിന്റെ പേരാ നിനക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് എന്ത്? നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും. അസാൻമാർഗിക ജീവിതം നയിച്ചതാണ് ഇസ്രായേലിന്റെ അപജയത്തിന് കാരണം. ഇന്നത്തെ ആധുനിക തലമുറയുടെയും സമൂഹത്തിന്റെയും പ്രശ്നമായത്. വേദപുസ്തകം ഒരിക്കലും ആരെക്കുറിച്ചും കള്ളം പറയുന്നില്ല. തൻ്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ ഒരുത്തനെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നു. ഫിലിപ്പോസാ വരുന്നത്. കൂടെ വന്ന ആൾ ആരാന്നറിയാവോ? നഥാനിയേലിനെ കണ്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്, see the true Israel have no guile. സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. അവന്റെ മുമ്പിൽ വന്നവനെ കുറിച്ച് പറയുക, ഇവനിൽ കപടമില്ല. എന്നെ നിങ്ങളെ ആരെങ്കിലും പരിചയപ്പെടുത്താൻ കൊണ്ടുപോയാൽ തമ്പുരാൻ പറയുന്ന വാക്ക് ഏതാണെന്ന് ബ്രാക്കറ്റിലിടുക. എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം തമ്പുരാൻ പറയാൻ സാധ്യതയുള്ളത്. കാരണം അവൻ അകവും പുറമൊക്കെ ഒരുപോലെ കാണുന്ന, ഈ പുറംപൂച്ചൊന്നും അല്ല അവൻ കാണുന്നത്, അവനെല്ലാം ഒരുപോലെ കാണുന്ന. നിങ്ങളുടെ മുമ്പിൽ ഈ വേഷത്തിൽ നിൽക്കുന്നതല്ല തമ്പുരാൻ കാണുന്നത്. നിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വിലപിക്കുന്ന, അയ്യോ യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നീ അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിൻ തോപ്പിലില്ല. കാരണം 13-ാം വാക്യത്തിൽ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞത് നീയാ. എന്നെ അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞത് നീയാ. ഈ പ്രപഞ്ചത്തിലേക്ക് ആക്കിയത് നീയാ. തമ്പുരാന്റെ മുമ്പിൽ ഒന്നുമില്ല. അവസാനം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നിലവിളിച്ചുകൊണ്ട് മുട്ടുകുത്തി തമ്പുരാന്റെ മുമ്പിൽ പറയുക, ദൈവമേ, വ്യസനഹേതുവായി എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അതിനൊക്കെ നീ പരിഹാരം തരണം. എന്നിട്ട് എന്നെ എവിടെ നയിക്കണം? ശാശ്വത മാർഗത്തിൽ എന്നെ നയിക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു നിർത്തുന്നതാ. ശാശ്വത മാർഗത്തിൽ നയിക്കണം. ദൈവം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പയും അമ്മയൊക്കെ എന്തോരം കളിപ്പിച്ചിട്ടുണ്ടല്ലേ, എന്തോരം കള്ളം ഒരു ദിവസം. വേണ്ടതിനും വേണ്ടാത്തിനൊക്കെ നിനക്ക് നിന്റെ അപ്പനെയും അമ്മയും കളിപ്പിക്കാം. നിനക്ക് നിന്റെ ജീവിത പങ്കാളിയോട് അവിശ്വസത കാട്ടാം. സഭാപിതാക്കന്മാരുടെ മുമ്പിൽ എന്തോരം മറച്ചു വയ്ക്കാമില്ലേ. കുമ്പസാരത്തിനൊക്കെ മുട്ടുമടക്കിയിട്ട്, എൻ്റെ അച്ഛ, വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എത്ര സുന്ദരമായിട്ടാണല്ലേ. സുരേഷ് ഗോപി പറയുന്നത്, ദേ വന്നു ദാ പോയി, കുമ്പസാരം കഴിഞ്ഞു. ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവം. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥന പറഞ്ഞല്ലോ, ഗീതങ്ങൾക്കിടയിൽ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, അത് കൺവെൻഷനാണത്, കേവലം പാട്ട് മാത്രമല്ല. രാത്രിയുടെ ഏകാന്ത നിമിഷങ്ങളിൽ ബേൽസസറിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ കരങ്ങളിൽ എഴുതപ്പെട്ടു, എന്താ? മേനേ മേനേ തേക്കേലു ഫാർസീൻ. വാക്കിന്റെ അർത്ഥം, യഹോവയായ ദൈവം തുലാസിന്റെ തട്ടിൽ നിന്നെ തൂക്കി നോക്കി. കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ടും വന്ന എൻ്റെ റിസൾട്ട്. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ കൂടെ റിസൾട്ടും വന്നു. എന്താ റിസൾട്ട്? പ്രിന്റ് ഔട്ട് നോക്കി അല്ലേ, പരീക്ഷയുടെ റിസൾട്ട് നോക്കുന്നല്ലോ. റിസൾട്ട് കിട്ടിയപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? നീ നിറവുള്ളവൻ എന്നാണോ? അല്ല, കുറവുള്ളവനാ. തമ്പുരാൻ നിന്നെ തൂക്കി നോക്കുന്നവനാ. ഈ പെരുന്നാളിൽ തമ്പുരാൻ നിന്നെ തൂക്കി നോക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ നിറവുള്ളവനായി കാണപ്പെടുമോ, കുറവുള്ളവനായി കാണപ്പെടുമോ? എല്ലാ ദിവസവും കയറി തൂക്കി നോക്കും. വെയിറ്റ് കൂടുന്നുണ്ടോ? ഹെഡ് വെയിറ്റ് കൂടുന്നുണ്ടോ? വെയിറ്റ് കൂടുന്നുണ്ടോ നോക്കും. തൂക്കി നോക്കുന്നൊരു ദൈവം. നിന്റെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം. നിന്റെ പ്രവർത്തികളെ തൂക്കി നോക്കുന്ന ദൈവം. നിന്റെ നടപ്പ് തൂക്കി നോക്കുന്ന ദൈവം. തമ്പുരാന്റെ ദൃഷ്ടിയിൽ ഒന്നും അഗോചരമല്ല, പകലുപോലെ വ്യക്തമാണ് അവന്റെ മുമ്പിൽ. എന്നെ കേൾക്കും ദൈവജനമേ, ഹൃദയങ്ങളെ ശോധന ചെയ്തതിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മറച്ചു വെപ്പാൻ സാധ്യമല്ല. അവന്റെ ജീവിതത്തിന്റെ ദാരുണമാന്ത്യത്തെക്കുറിച്ച് തിരുവൻ സൂചിപ്പിക്കുന്നു. ആ രാത്രിയിൽ കൽദേ രാജാവിന്റെ അന്ത്യം കുറിക്കുകയാണ്. കാരണം അതും സൂചിപ്പിക്കുന്നുണ്ട് അവിടെ. ദൈവത്തിന്റെ മഹത്വം അവൻ നഷ്ടപ്പെടുത്തി.
യെരൂശലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ അനുഗ്രഹത്തോടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാപാത്രങ്ങൾ വീഞ്ഞു നുരഞ്ഞു പൊങ്ങി. ആലയത്തിന്റെ നടുത്തൊടിൽ വേശ്യകളുമൊത്ത് അവൻ രമിച്ചു. എല്ലാ ചിന്മകളുടെയും മദ്യാസക്തിയുടെയും അധാർമികതയുടെയും ഒക്കെ വല്ലാത്ത കുത്വരങ്ങായി അവിടെ മാറുമ്പോൾ ദൈവം അവനെ തൂക്കി നോക്കിയിട്ട് പറഞ്ഞു, കുറവുള്ളവന് ഈ പെരുന്നാളിൽ തമ്പുരാൻ തൂക്കി നോക്കിയാലത്തെ അവസ്ഥ എന്തായിരിക്കില്ലേ? ദൈവത്തിൻ്റെ തുലാസിൽ എൻ്റെ ജീവിതാനുഭവം എന്താണെന്ന് ആത്മശോധനയെ സാധിക്കും. ദൈവമഹത്വം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദൈവ തേജസ് നഷ്ടമാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ധാർമ്മികത നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തമ്പുരാന്റെ മകനായി മകളായി മന്ദിരമായി 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ യു. നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് ഈ ശരീരം. ഈ മന്ദിരത്തിന്റെ വിശുദ്ധി നാം സംരക്ഷിച്ചിട്ടുണ്ടോ? ദൈവഹിതമല്ലാത്തൊരു സ്പർശനം പോലും ഉണ്ടാകരുത്. ദൈവഹിതമല്ലാത്തൊരു സ്പർശനം ഉണ്ടാവരുത്. തമ്പുരാൻ പറഞ്ഞ ദർശനം പോലും ഉണ്ടാവരുതെന്നാ. നീ ഹിതമല്ലാത്ത ലക്ഷ്യത്തോടൊരു സ്ത്രീയോ പുരുഷനോ നോക്കിയാൽ അത് വേശ്യാവൃത്തിക്ക് തുല്യമാണ്. കാമാതുരതയോടെയുള്ള നിന്റെ നോട്ടം തന്നെ വേശ്യാവൃത്തിക്ക് തുല്യമാണെന്ന് തമ്പുരാൻ അതിന് നിർവചിക്കുമ്പോൾ നിന്റെ ദർശനം പോലും തമ്പുരാൻ നോക്കുന്നതാണ്. നിന്റെ നോട്ടം പോലും തമ്പുരാൻ തൂക്കി നോക്കും. തിരിച്ചറിയാൻ സാധിക്കുമോ? നമ്മെ തൂക്കി നോക്കുന്നൊരു ദൈവം, തുലാസിന്റെ തട്ടിൽ തൂക്കി നോക്കുന്നവർ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം, ചിന്തകളെ തൂക്കി നോക്കുന്ന ദൈവം, കർമ്മങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം, ഹൃദയവിചാരങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം കുറവുള്ളവരെ കാണപ്പെടുമോ? ഫിനെഹാസിനെയും ഓഫിനെ കുറിച്ച് പറയാം, അവർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. അതിന്റെ കാരണവും വേദസ് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, അവർ ആരാധനയുടെ മഹത്വം നഷ്ടമാക്കി. ആലയത്തിൽ അവർ സ്ത്രീകളോടൊത്ത് രമിച്ചു. ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കാൻ വരുന്ന പൂജാവസ്തുക്കൾ അവർ അവിഹിതമായി ഭക്ഷിച്ചു. എന്തെല്ലാം തിന്മയുടെ അക്കമിട്ട നിരത്തലുകൾ അവിടെ കാണുക. ഈ 2, 3, 4 അധ്യായങ്ങൾ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കണം. ജീവിതത്തോട് ചേർത്ത് വെച്ച് നോക്കണം. പരാജയത്തിന്റെ കാരണം ആരാധനയുടെ മഹത്വം നഷ്ടമാക്കിയാൽ മറ്റൊരു പറയാം അസാർമികതയിൽ ജീവിച്ചു, അസാൻമാർഗികതയിൽ ജീവിച്ചു എന്നുള്ളത്. കുത്തഴിഞ്ഞ ജീവിതം, കുത്തഴിഞ്ഞൊരു ജീവിതം അവർ നയിച്ചതിനെ കുറിച്ച് സൂചിപ്പിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സാധിക്കാം. നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെന്നൊരു തോന്നലുണ്ടല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നലുണ്ട്. പക്ഷെ വി നീഡ് ആൻ ഇൻട്രോസ്പെക്ഷൻ. ഉള്ളിലേക്ക് നോക്കണം. ഈ പെരുന്നാൾ നമുക്ക് ഉള്ളിലേക്ക് നോക്കാനാണ്, തിരിഞ്ഞു നോക്കാനാണ് ജീവിതത്തിലേക്ക്. മാർഗഭ്രംശം വന്നിട്ടുണ്ടോ? തമ്പുരാന്റെ പാത വിട്ടു പോയിട്ടുണ്ടോ? ഞാൻ ഹിതമല്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ? നിന്റെ തേജസ് നഷ്ടമാക്കുന്ന ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ അനുഗ്രഹരമായ പരിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ 18 തിന്ന് സൂഹിക്കാനുള്ളതല്ല. ഇപ്പൊ 18 അടയാക്കിയിട്ടുണ്ടില്ലേ? നോമ്പുമില്ല, ഒന്നുമില്ലാത്തൊരു സമയത്തില്ലേ? ഇത് സൂക്ഷ്മ പരിശോധന ചെയ്യാനുള്ള കാലമാണ്. തമ്പുരാൻ കരുണ ചെയ്യണമെന്ന് നിരുവയരോട് കരുണ ചെയ്യാൻ കാരണം തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. 4 അധ്യായം 48 വാക്യങ്ങളിലൂടെ അനുതാപത്തിന്റെ കീർത്തനം ഓതുന്ന മനോഹരമായ വേദചിന്തയിൽ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് ദൈവം ബോധ്യപ്പെട്ടപ്പോൾ എന്തോ ചെയ്തു? അവരുടെ മേൽ കൽപ്പിച്ച ദൈവകോപത്തിന് തമ്പുരാൻ നാടൻ ഭാഷയെ പറഞ്ഞത് സുല്ലിട്ടു. സുല്ലൊന്നും അവർക്കറിയത്തില്ലല്ലോ. പണ്ട് സാറ്റ് കളിക്കുമ്പോഴേ സുല്ലൊക്കെ. ഇപ്പോൾ അവർക്കൊക്കെ ഇൻ്റർനാഷണൽ കളികളല്ലേ, ഇൻ്റർനാഷണൽ പരിപാടികളാണ്. PUBG ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ ഹരം. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ ചൂണ്ടുന്നുണ്ട്. തമ്പുരാൻ സുല്ലിട്ടു. ചെയ്യാൻ പോകുന്നില്ല. ഇനി അവരെ ഉപദ്രവിക്കുന്നില്ല. കാരണം എന്താണ്? അവർ മനം തിരിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തമ്പുരാൻ എടുക്ക തീരുമാനമാണ്. സാൻമാർഗികതയിൽ ജീവിക്കുന്നെങ്കിൽ ദൈവവേദന ഈ രാത്രി എന്നോടാ സംസാരിക്കുന്ന ദൈവം. എൻ്റെ വ്യക്തി ജീവിതത്തിലാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുമോ? ഇത് ഫിനെഹാസിന്റെ ഹോഫ്നിയുടെയും ചരിത്രമല്ല. ജീവിതത്തിൽ അടിക്കടി പരാജയപ്പെടുന്നു എന്നൊരു ചിന്തയില്ലേ? ഏതെല്ലാം വഴികളിൽ തുഴഞ്ഞിട്ട് വെച്ച വള്ളം തിരുനക്കര തന്നെയാണെന്ന് ബോധ്യമില്ലേ?
എന്തേ വീട് അന്ധകാരപ്പെട്ടു പോകുന്നു? നിലവിളിക്കുന്നില്ലേ? ഫിനെഹാസിന്റെ ഭാര്യയുടെ രോദനം നമ്മുടെയൊക്കെ വീടിന്റെ മറ്റുലിയായി തീർന്നില്ലേ? എന്നും കണ്ടെത്തണ്ട, വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞു പോകുന്നു. എന്തേ? ഒന്നും ശുഭമാകുന്നില്ല. ആവോളം എല്ലാവരും തുഴഞ്ഞിട്ടും പിന്നെ താഴോട്ട് കീഴ്ച്ച് പുറകോട്ടാ പോകണേ. തിരിച്ചു വരുവാൻ ദൈവം ഒരുക്കുന്ന അവസരമായി പെരുന്നാൾ. മടങ്ങി വരുവാൻ ദൈവം ഒരുക്കുന്ന അവസരമാണ്. ഏതൊക്കെയോ ബന്ധനമുണ്ട് മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായി. ഇതെൻ്റെ പ്രശ്നമാണോ? സ്വയം ആത്മശോധന ചെയ്യണം. ആഖാൻ എന്നൊരു മനുഷ്യന്റെ അപജയം ഇസ്രായേലിന്റെ മുഴുവൻ പരാജയത്തിന് കാരണമായി. യോന എന്ന മനുഷ്യൻ വിളിയും ദൗത്യവും മറന്നുറങ്ങിയപ്പോൾ അത് ജനത്തിന്റെ മുഴുവൻ അപജയത്തിന് കാരണമായി. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പരാജയത്തിന് കാരണം ഇവിടെ ഏലി നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യനായിരുന്നു, ഒരു ശുദ്ധഹൃദയനായ മനുഷ്യൻ, ദീർഘായുസ്സും കൊടുത്തു തമ്പുരാൻ. വിളിക്ക് യോഗ്യം അനേകരെ ഈ പിള്ളേരുടെ ഇടയ്ക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ വളച്ചെടുത്തുകൊണ്ട് വന്നു. ആരാന്നറിയാം? ഈ ഹോഫ്നിയുടെയൊക്കെ ഫിനെഹാസിന്റെയൊക്കെ പ്രായമുള്ളൊരു നല്ല പയ്യനുണ്ടായിരുന്നു അവിടെ. ആരാന്നറിയാം? ശമൂവേൽ ബാലൻ. സാഹചര്യങ്ങളെ ഒന്നും പഴിക്കണ്ട. നിന്നെ വിളിക്ക് യോഗ്യമായി ജീവിപ്പാൻ സാധിക്കുമോ? എന്താ പരാജയപ്പെട്ടത്? മക്കളെ നേർവഴി നടത്തിയില്ലെന്നുള്ള പ്രശ്നമാണ്. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് ഇതാ, കൈമലർത്താൻ പറ്റില്ല. നിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം നിനക്ക് ഏൽപ്പിച്ചൊരു വലിയ നിധിയായത്. അത് നഷ്ടമായെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എനിക്ക് നിങ്ങൾക്കും. വിസ്മരിക്കണ്ട. കണക്ക് കൊടുക്കേണ്ടി വരും. തമ്പുരാന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നീ കണ്ണുനീരൊഴുക്കേണ്ട സമയത്ത് കണ്ണുനീരൊഴുക്കാതെ, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാതെ, തിരുത്തേണ്ട സമയത്ത് തിരുത്താതെ, ഇരുചെവി അറിയരുതെന്ന് പറഞ്ഞ് പൊത്തി വെച്ച് ഇപ്പൊ പട്ടുപോയില്ലേ? കണക്ക് കൊടുക്കേണ്ടി വരും. തിരുത്തണം. ചെറിയ തിരിവുകളൊക്കെ തിരുത്തണം, മാറ്റണം. സൂക്ഷ്മതയോടെ നോക്കണം. നീ ഓടുന്നുണ്ട് വാരിക്കൂട്ടാൻ, അവസാനം ഓരിക്കൂട്ടി ചേർത്ത് വയ്ക്കുമ്പം നിലവിളിക്കേണ്ട ഗതികേട്, മഹത്വം നഷ്ടമായി എന്ന് പറഞ്ഞ് ഫിനെഹാസിന്റെ ഭാര്യ നിലവിളിച്ചതുപോലെ നിലവിളിക്കേണ്ട ദുർഗതി ഉണ്ടാവരുത്. കണക്ക് കൊടുക്കണമെന്നുള്ള ബോധ്യം. ഏലിയുടെ പരാജയത്തിന് കാരണം അതാ. ഇരിപ്പിടത്തിൽ നിന്ന് പുറകോട്ട് വീണ് പെടലി ഒരിഞ്ഞ് മരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. പരാജയത്തിന്റെ കാരണം തിരുവചനത്തിന്റെ ആഴവും പരപ്പും തേടുമ്പോൾ കാണുന്നു. മക്കളുടെ വലിയ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ ദൗത്യമാണ്. തലമുറയെ വളർത്തുന്നത് വലിയ ദൗത്യമാണ്, വലിയ ശുശ്രൂഷയാണ്. ഇതിൽ പരാജയപ്പെട്ടു പോകാനിടയാവരുത്. എന്തെങ്കിലും അപജയമുണ്ടായിട്ട് തിരുത്താൻ ദൈവം തരുന്ന അവസരമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. തൻ്റെ കൈവിട്ടു പോകുന്നുവെന്ന് കരുതിയപ്പോൾ ഒരമ്മ, അവളും വിധവയായിരുന്നു, അവൾ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി ഭക്ഷണം വെടിഞ്ഞു നിലവിളിച്ചു. എല്ലാ അതിർവരമ്പുകളും അവൻ കടന്നു പോകുന്നുവെന്ന് തോന്നിയപ്പോൾ ഭയപ്പെട്ടവൾ. പക്ഷേ കണ്ണുനീര് പരാജയപ്പെട്ടില്ല. അവസാനം ഒരു സഭയുടെ തന്നെ വിശുദ്ധനായിട്ട് തീർന്ന സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അഗസ്റ്റിന്റെ ദ കൺഫെഷൻ എന്ന് പറയുന്ന വിശ്വസാഹിത്യത്തിലെ പ്രമുഖ ഗ്രന്ഥമാണ്. തൻ്റെ ഒരു കുമ്പസാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുക. എല്ലാ അതിർവരമ്പുകളും വിട്ടുപോയി. പക്ഷെ അമ്മയുടെ കണ്ണുനീർ അവനെ മടക്കിക്കൊണ്ടുവന്നു, അനുതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. തലമുറകൾ നന്മയിൽ വരാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഒറ്റ വഴിയേ ഉള്ളതിന്. ആ ഭാഗം കൂടെ പറയുമ്പോൾ ഞാൻ കൺവെൻഷൻ പ്രസംഗം തീരുക. മടങ്ങി വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. തിരിച്ചു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ കണ്ണുനീര് അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മഹത്വം വീണ്ടെടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതാ വഴിയെന്നറിയാം? നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു വഴി. കണ്ണുനീരിൻ്റെ വഴിയാ. മഹത്വം നഷ്ടമാക്കിയത് തിരിച്ചെടുക്കാൻ ഒറ്റ വഴിയുള്ളൂ. സങ്കീർത്തനക്കാരൻ 51:17 പറയുന്നു, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്കൊട്ട് പ്രസാദമില്ല. ദൈവമേ, നീ നിരസിക്കാത്തത് ഒന്നേയോളം നീ അറിയുന്നു. എന്താ? തകർന്നും നുറുങ്ങിയുള്ള ഹൃദയം. മഹത്വം വീണ്ടെടുക്കാൻ ഒറ്റ വഴിയുള്ളൂ. തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, പറ്റിപ്പോയെന്ന് പറയാൻ സോറി എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ടുള്ള പെരുന്നാളിന് ഒന്ന് മുട്ടുമടക്കിയാൽ മതി.
ഒന്നും മുട്ടുമടക്കാൻ സാധിക്കുമോ? തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് മാപ്പിരക്കാൻ സാധിക്കുമോ? ഒരു മനുഷ്യൻ നിലവിളിക്കുന്നുണ്ട്, മനോഹരമായ ഒരു അനുതാപത്തിന്റെ വലിയ ധ്വനി നമുക്ക് കേൾക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, അവന് സുബോധം വന്നു. എന്നിട്ട് അവൻ വിളിച്ചു പറയാ, എന്താ സുബോധം വന്നപ്പോൾ? ഇതുവരെ ബോധമില്ലായിരുന്നു. ബോധമില്ലാതെ വന്നപ്പോഴാണ് അപ്പൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതും മദ്യപിച്ച് ലക്കും ലഗാനും വിട്ട് നടന്നതും വേശ്യാദോഷം ചെയ്തതും ഒക്കെ എപ്പോഴായിരുന്നു? സുബോധമില്ലാത്തപ്പോൾ. ഇത് രോഗാവസ്ഥയാണ്. പക്ഷെ 17-ാം വാക്യത്തിൽ പറഞ്ഞു സുബോധം വന്നു. ഈ പെരുന്നാൾ എന്തിനാ? സുബോധത്തിനാ. സ്നേഹ സന്ദേശം ഇത്രയും പണം മുടക്കി ഇവിടെ എന്തിനാ നടത്തുന്നത്? സുബോധം വരുത്താനായി. ദേശത്തിന് സുബോധം, ദേശത്തിന് സുബോധം വരുത്താനാ. സുബോധം വന്നപ്പോൾ വിളിച്ചു പറയുക. എന്താ വിളിച്ചു പറഞ്ഞത്? അപ്പാ പാപം ചെയ്തു. ആരോട്? അപ്പൻ്റെ അടിച്ചു മാറ്റിയതേ ഉള്ളൂ. പക്ഷെ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിന്നോട് മാത്രമല്ല, ആരോടുകൂടെ ചെയ്തെന്നാ പറഞ്ഞത്? സ്വർഗത്തോട്. സ്വർഗത്തോട്. ദൈവ പൈതലുണ്ടാവേണ്ട ബോധ്യം ഇതാ. നമ്മുടെ ബോധ്യം ഉണ്ടാവേണ്ടത് ഇതാ. ദൈവത്തോട്, സ്വർഗത്തോട് പാപം ചെയ്തെന്ന് ബോധ്യം. എത്ര പേർക്കാണ് ഉണ്ടാവാറുള്ളത്? എൻ്റെ ദൈവത്തോട് പാപം ചെയ്തുള്ള ബോധ്യം അവനുണ്ടാകുന്നത്. എത്ര മനോഹരമായിട്ട് അവൻ പ്രതിപാദിക്കുക. അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ മടങ്ങുക, സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്, നിലവിളിക്കുകയാണ്, നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇന്നത്തെ ആധുനിക തലമുറയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നമുള്ളൂ. അത് പോപ്ഷിനോട് പറയുന്നുണ്ട്. പോപ്ഷിനോട് ആരാന്നറിയാം? കോപ്റ്റിക് സഭയുടെ, മലങ്കര സഭയായിട്ട് ഏറെ ബന്ധമുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് കുടുംബത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് കോപ്റ്റിക് സഭ. കോപ്റ്റിക് സഭയുടെ പരമാധ്യക്ഷനായിരുന്നു. 2 വർഷം മുമ്പ് അദ്ദേഹം കോവിഡ് കാലത്താണ് മരിച്ചത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സുന്ദരമായൊരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേര് ദ ലൈഫ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന, ലൈഫ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് പ്യൂരിറ്റി എന്ന പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് മനോഹരമായൊരു പ്രതിപാദ്യമുണ്ട്. ആ ആധുനിക മനുഷ്യൻ്റെ തലമുറയുടെ പ്രശ്നം പാപമില്ലെന്നുള്ളതല്ല, പാപബോധമില്ല. പാപബോധമില്ല. നമ്മുടെ പ്രശ്നം അതാ. പാപത്തെക്കുറിച്ചൊരു ബോധ്യമില്ല, ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ചൊരു ബോധ്യമില്ല, അപരാധമാണെന്നൊരു തോന്നലില്ല. പഴിചാരുക, തുടങ്ങിയപ്പോൾ അങ്ങനല്ലേ, പഴിചാരലാണ്. എല്ലാം കൊണ്ട് പഴിചാരില്ല. ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അതൊരു കമ്പനി സേക്കിന് വേണ്ടി. എത്ര ലളിതമായിട്ടാണ്, എത്ര മനോഹര ഇംഗ്ലീഷുകാരൻ്റെ പദമാണെന്നറിയാം. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. കമ്പനി സേക്കാണ്. അങ്ങ് പ്രലോഭനത്തിലങ്ങ് പെട്ടുപോയി. ഇത്രയൊന്നും ചിന്തിച്ചില്ല ഭവിഷ്യത്തിനെ കുറിച്ച്. ലളിതമായിട്ട് ലളിതവൽക്കരിക്കുകയാണ്, ന്യായീകരിക്കുകയാണ്. ഇവിടെയാണ് യോന വ്യത്യസ്തനാകുന്നത്. പാപം ചെയ്ത്, അപരാധം ചെയ്തു, ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയി എന്ന് പറയുമ്പോൾ പറയുക, ഞാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. തമ്പുരാനെ, ഈ യോനയുടെ സ്ഥാനം നമ്മളായിരുന്നേ പറയുമോ? അവൻ വിളിച്ചു പറയാം, എന്നെ എടുത്തും കടലിലിട്ടിട്ട് ലൈഫ് ബോട്ടും ഒക്കെ കെട്ടിക്കൊണ്ട്, ലൈഫ് ജാക്കറ്റും ഒക്കെ കെട്ടിക്കൊണ്ടാണ് യോന നിന്ന്. ഒന്നുമല്ല, എടുത്തിട്ടോളാൻ പറയാം. പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാകുക. തെറ്റിപ്പോയെന്ന ബോധ്യം, വിളിക്കനുസരിച്ചല്ല ജീവിക്കുന്നുള്ള ബോധ്യം ഉണ്ടാകുക. നമുക്ക് ബോധ്യമുണ്ട്, ദൈവം എന്നെ നിങ്ങളെ ഈ ഭൂമുഖത്താക്കിയിരിക്കുന്ന ദൈവ ലക്ഷ്യത്തോടെയാണ്. അനേക രാജ്യങ്ങളുടെ അപജയത്തിന് കാരണം ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയതാണ്. യുഎസിലും UK-യിലൊക്കെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ കറൻസി പോലും ഇൻ ഗോഡ് വി ട്രസ്റ്റ്, ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ എടുത്ത് മാറ്റിയിരിക്കുക. ഇൻ ഗോഡ് വി ട്രസ്റ്റ് ഒക്കെ മാറ്റുക. ക്രിസ്മസ് സീസൺ ഒന്നും അല്ല, സീസൺ ഗ്രീറ്റിംഗ്സേ പറയുള്ളൂ. ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് പോലും അമേരിക്ക പറയില്ല ഇപ്പോഴും. സീസൺസ് ഗ്രീറ്റിംഗ്സ്. ക്രിസ്തു ഒക്കെ മാറ്റി വെച്ചേക്കുക. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. തകർച്ചയുണ്ടാകുകയാണ് നിലത്തും. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. മടങ്ങി വരാൻ സാധിക്കുമോ? തിരിച്ചു വരാൻ, കണ്ണുനീരിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? ശിമോന്റെ ഭവനത്തിൽ മനോഹരമായി വിരുന്നൊരുക്കിയപ്പോൾ ആരും അറിയാതെ ഏതോ വാതിലൂടെ ഒരുത്തി കടന്നു വന്നു. പുറകിലിരിക്കുക, കരയുകയാണ്, നിലവിളിക്കുകയാണ്. അപ്പുറത്ത് 2-3 ഇരുന്ന് പിറുവിറുക്കുക. എന്താ പിറുവിറുത്തെന്നറിയാം? തമ്പുരാനെ, നീ വലിയ പ്രവാചകനും ഒക്കെ ദീർഘവീക്ഷണവും ദൃശ്യമൊക്കെ ഉള്ള ആളല്ലേ. ഈ പുറകിലിരുന്ന് ഈ വലിയ നാട്യമൊക്കെ കാട്ടുന്ന എവള് എങ്ങനെയുള്ളവളാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ആ പുറംകാല് പുറക്കി ഒറ്റൊന്നും കൊടുക്കത്തില്ലായിരുന്നു, ഇല്ലേ? നമ്മൾ പള്ളി വരുന്നു, അവിടെ എളിഞ്ഞോടെ നിപ്പ് കണ്ടില്ലേ, കയ്യിലിരിപ്പ് എനിക്കറിയില്ലയോ, അല്ലേ? നമ്മൾ പരീക്ഷൻ്റെ കൂട്ടാണ്. പലപ്പോഴും നമ്മൾ പരീക്ഷൻ്റെ കൂട്ടാണ്. പഴിചാരുക മറ്റുള്ളവർ. അച്ഛൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ കുറ്റമൊക്കെ എത്ര കൃത്യമായിട്ട് നമുക്കറിയാം. മറ്റുള്ളവൻ്റെ അപരാധമൊക്കെ അക്ക വിട്ടെണ്ണി 4 പേരോട് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുഖമെന്ന് പറഞ്ഞാൽ രാത്രി എന്ത് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്, എന്ത് സുഖമായിട്ട്. നമുക്ക് സന്തോഷമാണ്. നിന്റെ കുറ്റം നീ അറിയുന്നുണ്ടോ? അവൾ നിലവിളിക്കുക. തമ്പുരാൻ്റെ കാലിലൊരു നനവ്. വെളി നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, കൂരയൊന്നും കോരിച്ചു വരുന്നതല്ല.
നോക്കിയപ്പോഴാ ധാരധാരയായിട്ട് കണ്ണുനീരൊഴുക്കുക. പിറുപിറുത്തവരോട് പറഞ്ഞ കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാം? അനേകമായിരിക്കുന്ന അവളുടെ പാവങ്ങൾ എങ്ങനെ മോചിച്ചു എന്നാ പറഞ്ഞത്? പിയേഴ്സ് സോപ്പിട്ട് കഴിയാണോ? കണ്ണുനീര് കൊണ്ട് കഴുകി അവൾ വെടിപ്പാക്കിയിരിക്കുന്നു. കണ്ണുനീര് കൊണ്ട് കഴുകി. കണ്ണുനീരാണ് തമ്പുരാൻ സ്വീകരിക്കുന്നത്. തകർന്നു തുടങ്ങിയ ഹൃദയമാണ് തമ്പുരാൻ സ്വീകരിക്കുന്നത്. ഒരുപാട് തുള്ളി കണ്ണുനീരൊഴുക്കിയിട്ട് എഴുന്നേക്കാൻ സാധിക്കും. നോക്കാം, തമ്പുരാന്റെ സന്നിധിയിൽ എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഷീമാ നമസ്കാരത്തിൽ ചൊവ്വാഴ്ച രാത്രി കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് സൂത്താറയുടെ പ്രാർത്ഥന നിർവഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ ബോവൂസയിലെ സുന്ദരമായൊരു വരികളുണ്ട്. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ച് ആനന്ദിക്കൂ എന്ന് അവിടെ പറയുന്നു. പാടാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അച്ഛന്മാർ പിന്നെ പാടിക്കോളൂ. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. ലിമിനേഷൻ നടത്തുന്നതോ വെടിപൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ തമ്പേർ കൊട്ടുന്നതൊന്നുമല്ല. കണ്ണുനീർ വർഷം കൊണ്ട്. കണ്ണുനീരാണ് താപത്തിൻ്റെ പെരുന്നാള്. അനുതാപമാണ് പെരുന്നാള്. കണ്ണുനീരിൻ്റെ താപം അനുതാപമാണ് പെരുന്നാള്. ഈ കണ്ണുനീരോടെ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കും. പ്രാർത്ഥനയോടെ, വന്നുപോയ അപരാധങ്ങളെക്കുറിച്ച്, നഷ്ട ചൈതന്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ, സത്യ അനുതാപത്തോടെ മടങ്ങി വരാൻ സാധിക്കുമോ? ദൈവം ഈ പെരുന്നാളിൽ ഈ മഹത്തരമായ ശുശ്രൂഷ, അനേകർ കന്യം നിന്നുപോയ ഈ ശുശ്രൂഷ ഈ 3 ദിനങ്ങളിൽ ശ്രേഷ്ഠതയോടെ നടത്തുമ്പോൾ ആളിൻ്റെ പെരുപ്പത്തിൽ വന്നു ചേർന്ന ആളുകളുടെ ആത്മാവിലേക്ക്, ഉള്ളിലേക്ക് ദൈവം തൂക്കി നോക്കുന്ന അനുഭവത്തിലൂടെ ഈ 3 ദിനരാത്രങ്ങൾ കടത്തിവിട്ടപ്പോൾ സത്യാനുതാപത്തോടെ മടങ്ങി വരുവാൻ ഈ രാത്രി ദൈവം ഒരുക്കുന്ന അനുഗ്രഹീത അനുഭവമായി ഈ സ്നേഹ സന്ദേശ ശുശ്രൂഷ മുഖാന്തരപ്പെടുന്നു. നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുവാൻ, ഞാൻ മഹാപാപിയാണെന്നുള്ള ബോധ്യത്തോടെ അവൾ നിലവിളിക്കുകയാണ്. മഹത്വം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, മഹത്വം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. നഷ്ടപ്പെട്ട മഹത്വവും തേജസ്സും വീണ്ടെടുക്കുന്ന മംഗളധ്വനിയാണ് ബേത്ലഹേമിൽ മുഴങ്ങിയത്. മംഗളധ്വനിയാണ് ബേത്ലഹേമിൽ മുഴങ്ങിയത്. അതാണ് മത്തായിയുടെ സുവിശേഷം 1-22 വാക്യത്തിൽ പറയുന്നു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കവന് ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ. നഷ്ടപ്പെട്ടെന്നല്ല, കൂടുണ്ടവൻ. ബലഹീനമായ കരങ്ങളെ തമ്പുരാന്റെ ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചുകൊണ്ട് പ്രയാണം ചെയ്യാൻ സാധിക്കുമോ? പ്രതിസന്ധി എന്നും വന്നോട്ടെ, പ്രതികൂലങ്ങളെന്നും വന്നോട്ടെ, കൈവിടാത്തൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീഴട്ടെ, അതിൻ്റെ ഓളങ്ങൾ കൊണ്ടും കോപം കൊണ്ടും ഇരച്ചു കലങ്ങട്ടെ, കൈവിടാത്തൊരു ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം. അത് ഈ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യമത. പ്രസംഗം അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഈ സന്ധിയിൽ നമുക്ക് പുനഃസമർപ്പണത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്ന നിമിഷങ്ങളായിട്ട് പരിണമിക്കാൻ സാധിക്കുമോ? സത്യാനുതാപത്തോടെ, ആത്മതപനത്തോടെ, കണ്ണുനീരോടെ, നിലവിളിയോടെ. പണ്ടൊക്കെ വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുമ്പോൾ കൈരങ്ങൾ ഉയർത്തി കാസായം പിലാസയും കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുരോഹിതൻ പുറകോട്ട് വരുമ്പോൾ എത്ര സുന്ദരമായി മനോഹരമായി മൈക്കും എക്കോയും ശബ്ദമൊന്നുമില്ല. പുരോഹിതൻ നിലവിളിച്ചു പറയും, തമ്പുരാനെ ഇത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമാകരുത് എന്ന് പറയുമ്പോൾ, തമ്പുരാനെ അപ്പൻ്റെ തോളിലിരുന്നപ്പോൾ കേട്ടൊരു ശബ്ദം ഇപ്പോഴും വല്ലപ്പോഴും മുഴങ്ങാറുണ്ട്. നെഞ്ചത്തൊറ്റ അടിയാണ് അപ്പച്ചനും അമ്മച്ചുമാരും ഒക്കെ പറയുന്നുണ്ട്. തമ്പുരാനെ ഇത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും ആവരുതേ. കണ്ണുനീരോടെ നിലവിളിച്ചൊരു സംഭവം, നിലവിളിച്ചൊരു മാതാപിതാക്കൾ. ഇന്ന് ആ ജോലിയൊക്കെ ഓർഗനും അല്ലെങ്കിൽ മൈക്കിൻ്റെ സിസ്റ്റമൊക്കെ ഏറ്റെടുത്തിരിക്കുക. ഈ എക്കോ അച്ഛന്മാർക്കും നല്ല സ്ലെയർ ഇട്ട് തരും, നിങ്ങൾക്കുമായിട്ട് അവർ സഹായിക്കുന്നുണ്ട്. ഉള്ളു ഞരങ്ങാൻ സാധിക്കണം, ഉള്ള് അനുതാപം കൊണ്ട് ഞരങ്ങാൻ സാധിക്കണം, നിലവിളിക്കാൻ സാധിക്കണം, പ്രാർത്ഥിക്കാൻ സാധിക്കണം, കണ്ണുനീരോടെ മടങ്ങി വരാൻ സാധിക്കണം. തമ്പുരാൻ മറികടക്കാത്ത നന്ദേ ഉള്ളൂ. തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ നിന്റെ ആത്മാവിനെ എടുത്തു കളയരുതെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? തെറ്റിപ്പോയെന്ന് പറയാൻ സാധിക്കുമോ? ഒരു മടങ്ങി വരെയുള്ള വിളിയാണ് ഈ യാത്ര. നമുക്ക് എവിടെയാണ് തുടങ്ങിയത് യാത്ര? കാബോദിൽ തുടങ്ങിയ യാത്രയാണ്. കാബോദ് എന്ന വാക്ക് നഷ്ടപ്പെട്ടു മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. എവിടെ ചെന്ന എത്തിയിരിക്കുന്നത് യാത്ര? ഇമ്മാനുവേലിലാണ് എത്തിയിരിക്കുന്നത്. മഹത്വം വീണ്ടെടുത്തിരിക്കുന്നു, തേജസ് വീണ്ടെടുത്തിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യം അവൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കുമോ? ആ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ ചരിപ്പാൻ സാധിക്കുമോ? അവൻ കാട്ടിത്തന്ന മാർഗത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമോ? തമ്പുരാൻ സഞ്ചരിച്ചതാ.
ഐഹിക ലോകയാത്രയിൽ പ്രത്യേകിച്ച് ലൂക്കോസിന്റെ എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇഹലോക ജീവിതത്തിൽ അവൻ കണ്ണുനീരോടും നിലവിളിയോടും കൂടി മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥമാനയ്ക്കുന്ന ഏകമധ്യസ്ഥനായ ക്രിസ്തുവിനെ നമ്മോടെ കാണുന്നുണ്ട്. പരിമലത്തിനുമേനി നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട്. വിശുദ്ധന്മാർ സഹോദരന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ചോദ്യം ഇതാണ്, നിനക്ക് മനസ്സുണ്ടോ? കുഷ്ഠരോഗിയോട് തമ്പുരാൻ ചോദിച്ച ചോദ്യം നമ്മളോട് ചോദിക്കുക, കുഞ്ഞെ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ ശുദ്ധനാകാൻ? നിന്റെ ഉത്തരം എന്തായിരിക്കും? ഈ രാത്രി ഇവിടുന്ന് മടങ്ങുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? നീ നെടുവേർപ്പിന്റെ ദീനരോധനത്തിന്റെ മുറവിളിയുടെ ശബ്ദത്തിനപ്പുറമായി മംഗളധ്വനിയിലേക്ക് തീർത്ഥാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ പെരുന്നാൾ അതിനാണെന്നുള്ള ബോധ്യത്തോടെ ഈ തേജസ്സും മഹത്വവും വീണ്ടെടുക്കുവാൻ നീ കൊടുക്കേണ്ട ഒരു ഉത്തരമുണ്ട് ചോദ്യത്തിന്. നിന്നെ തൂക്കി നോക്കുന്ന ഹൃദയങ്ങളെ, പ്രവർത്തികളെ, വാക്കുകളെ, ചിന്തകളെ, ജീവിതത്തെ, കർമ്മങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. വളരെ ഹൃദ്യമായി, തമ്പുരാൻ വളരെ ഹൃദ്യമായി, പണ്ട് കടൽ തീരത്ത് വെച്ച് അർദ്ധനഗ്നനായി നിൽക്കുന്ന, ഭയന്ന് വിറച്ചു വിറുങ്ങലിച്ചു നിൽക്കുന്ന, ശൂന്യനായി നിൽക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ചോദിച്ചൊരു ചോദ്യം, കുഞ്ഞെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കുഷ്ഠരോഗിയോട് വീണ്ടും അവൻ ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ ശുദ്ധനാകാൻ? അതെ, വിശുദ്ധിയിലേക്ക്, അനുതാപത്തിൻ്റെ വഴിയാണ് വിശുദ്ധിയിലേക്കുള്ള വഴി, മാനസാന്തരത്തിൻ്റെ വഴിയാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. ഈ പെരുന്നാൾ ആ മംഗളധ്വനിയിലേക്ക്, ആ വിശുദ്ധി, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഇമ്മാനുവൽ വരും. നിന്റെ ഉള്ളിലേക്ക് അവൻ വരും, നിന്റെ ഉള്ളിൽ അവൻ പാർക്കും. അതേ ഈ തിരുശക്തങ്ങളെ വിശുദ്ധിയോട് അനുഭവിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. എന്തിനാ? അപ്പം തിന്നാനും പാനപാത്രം കുടിക്കാനും. ഇല്ലെങ്കിൽ നീ തിന്നുകയും കുടിക്കുകയും ചെയ്യും. എന്താ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് അവിടെ പറയുന്നത്? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യായിരിക്കും. ഈ പെരുന്നാളിലും ഞാൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യാനിടയാവല്ലേ? ശിക്ഷാവിധി തിന്നുകയും ചെയ്യും കുടിക്കുകയും ചെയ്യാനിടയാവല്ലേ? നീ എൻ്റെ ഉള്ളിലേക്ക്, ഇമ്മാനുവേൽ ഉള്ളിലേക്ക് വരട്ടെ. ഇക്കാബോധല്ല, നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വീണ്ടെടുത്ത ക്രിസ്തു നിന്നെ വീണ്ടെടുക്കുവാൻ കരം നീട്ടുന്നു. ശുദ്ധനാകാൻ മനസ്സുണ്ടോ? അവൻ്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. തമ്പുരാൻ്റെ പാതകളിലൂടെ നമുക്ക് ചരിക്കാം. അവൻ്റെ ഹിതാനുവർത്തികളായി തീരാം.